ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ നാളത്തെ ലെവൽ ഡിസ്കസ് ചെയ്യുക ഫോർ ഇൻട്രാഡേ ലെവൽസ്. ഓക്കെ, സോ ഇന്ന് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ മൂവ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ, ചെറിയൊരു മൂവ് മാത്രം നമ്മൾ ഇന്ന് കണ്ടുള്ളൂ. ലാസ്റ്റ് ഒരു ഫോൾ, അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എല്ലാം ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന ഇന്നലത്തെ ലെവൽസ് തന്നെയാണ്. അതിൽ ഞാൻ മാറ്റം ഇതുവരെ വരുത്തിയിട്ടില്ല. ഇതൊക്കെ എല്ലാം ഇന്നലത്തെ ലെവൽസാണ്. സോ ഇന്നത്തെ ലെവൽസ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇന്നലെ ഞാനൊരു റെഡ് ലൈൻ ഞാൻ കൊടുത്തായിരുന്നു. റെഡ് മീൻസ് അത് മേജർ റെസിസ്റ്റൻസ് 24,980. ഇന്ന് ഹൈ അടിച്ചിരിക്കുന്നത് 971, 72 ആണ്. ഓക്കെ, അതിൻ്റെ അബവ് പോയിട്ടേ ഇല്ല. സഡൻ അവിടെ നിന്ന് ഒരു ഫോൾ കിട്ടി. ഓക്കെ, സോ ഓവറോൾ ഇതുവരെ സ്ട്രക്ചറിൽ വലിയൊരു മാറ്റമൊന്നും ഇല്ല. എനിക്ക് മേജർ ഒന്ന് പറയാനുള്ളത് നമ്മൾ ഇന്ന് ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഡെയിലി ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു മെയിൻ ഒരു സംഭവം എനിക്ക് കാണിക്കാനുള്ളത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊരു ടോപ്പ് ഇതൊരു റെഡ് ക്യാൻഡിൽ വന്നു, ഫോമായി. ഇന്ന് ഫോമായത് ഇൻസൈഡ് ബാറാണ്. ഓക്കെ, ഇൻസൈഡ് ബാർ എൻ്റെ ഇൻസൈഡ് ബാർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കാണുക. അതെൻ്റെ ഫുൾ ലോജിക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ പ്ലേ ചെയ്യേണ്ടത്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഇങ്ങനെ. ഓക്കെ, സോ അതിൻ്റെ ഫുള്ള് ലോജിക് ഞാൻ ആ ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഫുൾ ലോജിക് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സോ അതിലായിരിക്കും ഇനി മോസ്റ്റ്ലി എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെയിൻ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ സംഭവം ഇത് ഓൺ ടോപ്പാണ് ഫോം ആയത്. ഓക്കെ, ഓൺ ടോപ്പ് ഫോം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു വീക്ക്നെസ് ഷോ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് നോക്കാം. ഞാൻ ഓവറോൾ സ്റ്റിൽ ബുള്ളിഷാണ്. ലോങ് ടൈം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം 1 hour ചാർട്ടിലാണെങ്കിൽ സംഭവം ബുള്ളിഷാണ്. ബിയറിഷ് ഇതുവരെ ആയിട്ടില്ല. ബിയറിഷ് എപ്പോഴാവുക, ഒരു സ്ട്രക്ചർ എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു സ്ട്രക്ചർ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ബിയറിഷ് ആവുള്ളൂ. ബട്ട് ഓവറോൾ ഡിപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ പർപ്പസിനാണ് ഞാൻ പറയുന്നത്. ഇൻട്രാഡേയിൽ ഞാനൊരു ഡിപ്പ് എപ്പോഴാണ് കിട്ടുക, അത് നമ്മുടെ ഇൻസൈഡ് ബാറിൻ്റെ ഈ ഒരു ലെവലാണ്. ബട്ട് നമ്മുടെ ലെവലാണ് 24,760. അത് ബ്രേക്ക് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ശരിക്കും അത് നമുക്കൊരു ഷോർട്ട് പൊസിഷൻ വേണമെങ്കിൽ ഉണ്ടാക്കാം. ബട്ട് ഇത് ഒരു ബൈങ് സോണാണ്. എവിടെ 24,650 to 600. ഓക്കെ, അത് എന്താ ബൈങ് സോണാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കാരണം ഇത് ഒരു ഫെയർ വാല്യൂ FVG ഗ്യാപ്പാണ്. ഈ ഒരു പോർഷൻ FVG ഗ്യാപ്പാണ്. സോ പിന്നെ ഹ്യൂജ് ബൈങ് ആണ് ഇവിടുന്ന് ജനറേറ്റ് ആയത്. നല്ലൊരു ഫ്രഷ് ബൈങ്, ഒരു കൺസോളിഡേഷൻ, ഒരു ഫൈറ്റ് നടന്നു. ദെൻ ഇവിടെ നടന്നു. സോ 24,650 ആൻഡ് ദെൻ ഒരു നെക്സ്റ്റ് സപ്പോർട്ട് 24,650. സോ ഇവിടെ വന്ന ഒരു ബൈങ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമ്മൾ നോക്കുക. കാൻഡിൽസ്റ്റിക് പാറ്റേൺ നിങ്ങൾ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഞാൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഫുൾ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇവിടെ വരുമ്പോൾ അങ്ങനത്തെ ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ, ഒരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഡെവലപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുക. അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു ലോജിക്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ സെൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം റീസൺ എന്താ, ഹൈ അടിച്ചിരിക്കുന്നത് 25,000 ആണ്. ഓക്കെ, സോ എത്ര പോയിൻറ്റ്സ്, ഒരു 400 പോയിൻറ്റ്സ് താഴേക്ക് വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ലൊരു പെർസെൻറ്റേജ് ആയി. 400 പോയിൻറ്റ്സ് താഴേക്ക് വരുവാണെങ്കിൽ അപ്പോൾ ഇവിടെ ഷോർട്ട് അടിച്ച ആളുകൾ ഇവിടെ ബുക്ക് ചെയ്യാൻ നോക്കും. മനസ്സിലായി? ഇവിടെ ബുക്ക് ചെയ്യാൻ നോക്കും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കും. 400 പോയിൻറ്റ്സ് ഇന്നഫാണ് അവർക്ക്. സോ ഇവിടുന്ന് ഒരു ബൗൺസ് വരാൻ ചാൻസ്. ബൗൺസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് ബൗൺസ് വരും. ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ചിലപ്പോൾ ഫോൾ ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ എന്തായാലും ഇവിടുന്ന് ബൗൺസ് നോക്കും. സോ ഇതൊക്കെ എല്ലാം ലോജിക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തെങ്കിലും പ്ലേ ചെയ്യാൻ, ട്രേഡൊക്കെ ചെയ്യാൻ. ഓക്കെ, സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്.